ഇക്സാലോജിക് ഇടപാടിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന CMRL ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ED കടുത്ത നടപടികളിലേക്ക് പോകുന്നത് തടയണമെന്നാണ് കമ്പനിയുടെ ആവശ്യം. ഉദ്യോഗസ്ഥരെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത് നിയമവിരുദ്ധമെന്നും CMRL കോടതിയിൽ വാദിച്ചു. അതിനിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ CMRL ജീവനക്കാർക്ക് EDയുടെ നോട്ടീസ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഉൾപ്പെടെ ED നോട്ടീസ് നൽകിയേക്കും. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, കഴിഞ്ഞ 24 മണിക്കൂറുള്ള ചോദ്യം ചെയ്യൽ, പിന്നീട് CMRL MD അടക്കമുള്ളവർക്കുള്ള നോട്ടീസും കൂടുതൽ ജീവനക്കാരിലേക്ക് എത്തുമ്പോഴും ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്യലിന് തടയിടാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി? കോടതി അത് ഏത് രീതിയിൽ പ്രാഥമികമായി കാണുന്നു? ഇനി വെള്ളിയാഴ്ചത്തെ കേസ് പരിഗണിക്കാൻ പോവുകയാണല്ലോ. എന്തൊക്കെയാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ, ബിനിൽ? പ്രജീഷ്, എക്സാലോജിക്കുമായിട്ടുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ ED ഇപ്പോൾ CMRLനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവരുടെ MD അടക്കമുള്ള കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ആ 3 ഉദ്യോഗസ്ഥരെ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം 24 മണിക്കൂർ അവരെ തുടർച്ചയായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ രാവിലെ 10:30 ഹാജരായ 3 ഉദ്യോഗസ്ഥരെ ഇന്ന് 11 മണിയോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് വിട്ടയച്ചത്. അതാണ് പ്രധാനമായും ഇന്ന് CMRL ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. ഒരു വനിതാ ജീവനക്കാരി അടക്കമുള്ളവരെ നിയമവിരുദ്ധമായി രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. 24 മണിക്കൂറിലേറെ അവരെ തടങ്കലിൽ വെച്ചു എന്നതാണ് CMRLന്റെ പരാതി. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കടക്കം CMRL സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അവർ കോടതിയിലെത്തിയത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലുത്രയാണ് ഇന്ന് CMRLന് വേണ്ടി ഹാജരായത്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്നതായിരുന്നു സിദ്ധാർത്ഥ് ലുത്രയ്ക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. കോടതി അടിയന്തരമായി ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവധിക്കാല ബെഞ്ചായിരുന്നു. അവധിക്ക് ശേഷം ഈ കേസ് പരിഗണിക്കാം എന്നാണ് ഹൈക്കോടതി ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ അടിയന്തര സ്വഭാവം CMRL അഭിഭാഷകർ ആവർത്തിച്ച് കോടതിയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അങ്ങനെയാണ് വെള്ളിയാഴ്ചത്തേക്ക് ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പറഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥർ എന്നതാണ്. അവർക്ക് പലർക്കും നോട്ടീസ് നൽകിയിട്ടും എല്ലാവരും ഹാജരായിട്ടില്ല. ഇവർ എപ്പോൾ ഹാജരാകണം എന്നത് സംബന്ധിച്ച കൃത്യമായ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സമയത്ത് എത്ര ദൈർഘ്യം ഈ ചോദ്യം ചെയ്യലിനുണ്ടാകും എന്നത് ഒരു ഉറപ്പും നൽകാൻ കഴിയില്ല. കാരണം ചോദ്യം ചെയ്തു വരുമ്പോഴാണ് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇനിയും ആ ചോദ്യം ചെയ്യൽ നീണ്ടു പോകേണ്ടതുണ്ടോ എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറയാൻ കഴിയുമെന്നതാണ് EDയുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചത്. അതുകൊണ്ട് ഒരു സമയക്ലിപ്തതയും ഇക്കാര്യത്തിൽ കോടതി മുമ്പാകെ പറയാൻ കഴിയില്ല എന്നൊരു നിലപാട് ED എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഹർജി നീട്ടിവെക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ തേടിയാൽ മാത്രമേ അത് കോടതി അറിയിക്കാൻ കഴിയൂവെന്നും അവരുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും വെള്ളിയാഴ്ചത്തേക്ക് ഹർജികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ED കൂടുതൽ CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അവരെ അടിയന്തരമായി ഇവരെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നാണ് ഉദ്ദേശം. CMRL MD ശശിധരൻ കർത്തയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഇപ്പോൾ കോടതിയിൽ ശശിധരൻ കർത്ത ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള EDയുടെ നീക്കം എക്സാലോജിക്കിലേക്ക് തന്നെയാണ് എന്നത് ഉറപ്പാണ്. ആദ്യം CMRLനെ പിടിമുറുക്കുക, അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അതിന് പിന്നാലെ എക്സാലോജിക്കിലേക്ക് കടക്കുക എന്നതാണ് ED ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ദിശയിലേക്ക് നീങ്ങുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അതിനെ തടയിടാൻ വേണ്ടി CMRL തുടർച്ചയായ ഹർജികളുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്.